പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൽത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ യോഗശക്തിയാൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരുണ്ട് ഈശോയെ, ഓരോരോ കാര്യം സാധിക്കുന്നതിന് വേണ്ടി ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനയക്കുന്ന അളിച്ച കർത്താവെ, ആ മക്കളുടെ മേലെല്ലാം സഞ്ചാരി മാതാവിൻ്റെ സമയത്തിൻ്റെ അധികാരിയുടെ ദൂത ചൈതന്യം ഉണ്ടാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട്, ആശുപത്രി പോകുന്നവരുണ്ട്,
പ്രമാണം ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട്, അഡ്വാൻസ് കൊടുക്കാൻ പോകുന്നവരുണ്ട്, ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ ഓരോരോ ക്രയവിക്രയങ്ങൾക്കും ഏജൻസിക്കും ബിസിനസ്സിനും പോകുന്നവരുണ്ട്, വിവാഹ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, മക്കൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, വീടിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്. ഈശോ അവരെ എല്ലാവരെയും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit, the fire fingers, with the precious blood. Lord, increase His Spirit of power and grace. ഞാൻ ചില ആൾക്കാർ പറയവേ, നാളെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇന്ന് ചെയ്യുമെന്ന് നമ്മൾ വീമ്പടിക്കരുത്. എന്നുവെച്ചാൽ നമ്മളെപ്പോഴും പ്രശ്നം, കർത്താവിൻ്റെ തിരുസന്നിധി ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ കഴിയണേ. അതായത് ചില സമയത്ത് പീക്കിലോട്ട് ദൈവ ചൈതന്യം ഇങ്ങനെ പോവും, എന്നിട്ട് നേരെ ഗ്രാഫ് താഴേക്ക് വരും, പിന്നെ ഉയരും, ഇങ്ങനെ താഴും. അങ്ങനെ പോകേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ യാതൊരുവിധ വെല്ലും ബ്രേക്കും ജീവിതത്തിൻ്റെ മേലില്ലെങ്കിലും എപ്പോഴും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം കിട്ടണ അനുഗ്രഹത്തിന് ആനുപാതികമായിട്ടാണ് നിങ്ങളെ കേൾക്കണ പാട്ടിന് പറ്റുന്ന ഡാൻസ് എന്ന് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. കാര്യം മകന് ജോലി കിട്ടി, വീടൊക്കെ വെച്ച്, അച്ഛൻ വന്ന് വീടൊക്കെ വെഞ്ചരിച്ച്, ഇപ്പോൾ വലിയ മുട്ടിപ്പാടൊന്നുമില്ല, ഇപ്പോൾ ഓക്കെയാണ്. ഇനിയിപ്പോൾ കൊച്ചു നാളെ കേൾക്കുകയാണ് അവൻ്റെ വിസ ക്യാൻസലാകാൻ പോവുകയാണ്. അയ്യോ, ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ പിന്നെ പ്രാർത്ഥന മുടക്കുന്നേ. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. അതാണ് വിഷയം. അത് എന്നുവെച്ചാൽ കാലാവസ്ഥകളിൽ ഭേദങ്ങളിൽ കൈവരിക്കുന്ന സന്തുലിതാവസ്ഥ ദൈവത്തിരുസന്നിധിയിൽ വെടിപ്പോടെ നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം ഭംഗിയായിട്ട് എനിക്കാണെങ്കിൽ ചേടത്തിമാരെ കൊണ്ട് ഭയങ്കര പേടിയുള്ളൊരു മനുഷ്യനാണ് ഞാൻ. ഇവരൊക്കെ ഇങ്ങനെ വാരിക്കെട്ടിയൊക്കെ ഓരോ കാര്യം പറയുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഇപ്പം ഇത് നല്ലപ്പോഴും കുറേ അനുഗ്രഹങ്ങളൊക്കെ കിട്ടി, മക്കളൊക്കെ രക്ഷപ്പെട്ടൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവർ വലിയ സംഭവമൊക്കെ പറയണമെങ്കിലും നാളെ ഇവർക്കൊരു പണി കിട്ടുകയാണെങ്കിൽ ഈ സാഹചര്യങ്ങളൊന്നും ഉണ്ടാകും, ഈ ഭക്തിയും ഉണ്ടാകത്തില്ല, പ്രാർത്ഥനയും ഉണ്ടാകത്തില്ല. മോന്തം കയറ്റി എവിടെയെങ്കിലും ദൈവത്തിനെയും തെറി വിളിച്ച് എവിടെയെങ്കിലും മൂല കുത്തിരിക്കണ കാണാം. ഇത്രയുള്ള സാധനം. ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ തന്നെ 8 പണി കിട്ടുകയും ചെയ്യും. എന്താ കാര്യം അറിയാവോ? അതായത് നീ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരിക്കുമ്പോൾ നിന്നെ ഞാൻ കണ്ടു. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണേ ഇത്. പക്ഷേ ഇതിന് വരവ് ഇത്തിരി പെശക് വരവാണ് ഈ വരുന്നത്. ഇപ്പോൾ നീ ഒരുത്തരെ കണ്ടുമുട്ടിയ കാര്യമാണ്. ആ നാന്താരിയല്ല. റബ്ബി നീ എന്നെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയും, നീ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ പീലിപ്പോസ് നിന്നെ കാണുന്നതിന് മുമ്പേ. അതൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അതായത് പീലിപ്പോസ് എന്ന് പറഞ്ഞ ഒരാൾ നമുക്കുണ്ടാകുമല്ലോ. നിൻ്റെ അപ്പൻ, നിൻ്റെ അമ്മ, നിൻ്റെ ചിറ്റപ്പൻ, നിൻ്റെ ആൻറ്റി, നിൻ്റെ അങ്കിള്, ഇങ്ങനെ കുറേ അണ്ണന്മാരുണ്ട്. അത് പീലിപ്പോസ്. നമ്മൾ കുറേ പീലിപ്പോസുമാരുണ്ടാവും. കർത്താവ് എന്ന് പറഞ്ഞാൽ നിൻ്റെ ആൻറ്റിയും അണ്ണനും കൂട്ടുകാരും അതാണ് പീലിപ്പോസ് എന്ന് പറഞ്ഞ ആ കക്ഷികളൊക്കെ നിന്നെ കാണുന്ന മുമ്പ് കാണാൻ തുടങ്ങിയവരാണ് ഞാൻ. യോഹന്നാൻ 1:48. അപ്പോൾ നഥാനിയേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. ഈശോയ്ക്ക് നമ്മളെക്കുറിച്ചുള്ള അസസ്മെന്റ്. എന്നിട്ട് ഈ അസസ്മെന്റിൻ്റെ അകത്ത് ഒരു ഐഡന്റിറ്റി പറയുന്നുണ്ട്. കർത്താവ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഐഡന്റിറ്റി ഉണ്ട്. എന്താണ് അത്? ഒരു വെല്ലുവിളിയാണ് നമ്മുടെ മുമ്പിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ, ഇവനിൽ യാതൊരു കാപട്യവും ഇല്ല. എൻ്റെ മക്കളെ, ഞാൻ നിങ്ങളുടെ കാലെ പിടിച്ച് പറയുകയാണ്, കർത്താവുമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഈ വിഷയം ഒന്ന്
സീരിയസ് ആയിട്ട് എടുക്കണം. യോഹന്നാൻ 1:47 നഥാനിയേൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു, യേശു അവനെ കുറിച്ച് പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. ഇവനിൽ യാതൊരു കാപട്യവുമില്ല. എന്നെ വല്ലാത്ത രീതിയിൽ മാറ്റിമറിച്ചിട്ടുള്ള വചനമാണിത്. എൻ്റെ ഇവിടെ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ യേശുവിനെ 1650 അല്ലെങ്കിൽ 550 വർഷം മുമ്പാണ് ഹിസ്റ്റോറിക്കലായിട്ട് ഈ യാക്കോബ് എന്ന് പറയുന്ന കക്ഷി ജീവിച്ചിരുന്നത്. അപ്പോൾ ഈ നാഥാനിയലെ കാണാൻ പറയുന്നത് യാക്കോബിനെ കുറിച്ച് നമ്മുടെ പിതാവായ എബ്രഹാത്തിൻ്റെ മകൻ, ഇസ്ഹാക്കിൻ്റെ മകൻ, യാക്കോബിൻ്റെ ദൈവം എന്നൊക്കെ നമ്മൾ പറയാതെ, യാക്കോബിൻ്റെ ദൈവം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും യേശു ഈ മനുഷ്യനെക്കുറിച്ച് കോംപ്രമൈസ് ഇല്ലാതെ സംസാരിക്കണം. ഇയാൾ കാപട്യക്കാരനാണെന്നാണ്. അത് സുവിശേഷകന്മാർ ആ വന്ന വെളിപാട് അതുപോലെ എഡിറ്റ് ചെയ്യാതെ നേരെ അടിച്ച് കയറുകയും ചെയ്തു. ഇവർ ആദ്യം ഇത് വെളിപാട് വരുന്നത് എഴുത്തുകാർക്ക്, സുവിശേഷകന്മാർക്കല്ലേ വന്നത്. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അവർ അതുപോലെ തന്നെ, ഇത് യാക്കോബിന് ദൈവമാണ്, യാക്കോബ് ദൈവം തന്നെ അറിയപ്പെട്ട യാക്കോബിന് ദൈവം എന്നുള്ളതാണ്. അപ്പോൾ കാപട്യക്കാരന് ദൈവമായിട്ട് അറിയപ്പെടാൻ ദൈവം ആഗ്രഹിക്കുമോ? അപ്പോൾ അതുകൊണ്ട് ഇത് വേണേൽ എഡിറ്റ് ചെയ്ത് കളയാമെന്ന് പറഞ്ഞാൽ അവരാരും എഡിറ്റ് ചെയ്ത് കളഞ്ഞില്ല. യേശു എന്ത് പറഞ്ഞ് യാക്കോബ കാപട്യക്കാരൻ ആണെങ്കിൽ കാപട്യക്കാരൻ തന്നെയാണ്. അതിൻ്റെ അകത്ത് മാറ്റാൻ പറ്റത്തില്ല. നമുക്ക് ബ്രാൻഡഡ് ആകാതിരിക്കാൻ വേണ്ടി നോക്കണേ മക്കളെ. കാപട്യം ഒരു പ്രോബ്ലമാണ്. സാഹിബിനെ കാണുമ്പോൾ കവാത്ത് മറക്കണം എന്ന് പറഞ്ഞില്ലേ. പ്രാർത്ഥനയുടെ ഉത്തരങ്ങളിൽ ഏറ്റവും വലിയ പ്രോബ്ലമുള്ള കാപട്യമാണ്. 1650 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യനാണ് യാക്കോബ്, യേശു ക്രിസ്തുവിനേക്കാളും. പക്ഷേ ഇത്രയും നാൾ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നേ. പക്ഷെ കാപട്യം ഇല്ലാത്ത ഒരാളെ കണ്ടപ്പോൾ മറ്റൊരു പണി കിട്ടി. നാഥാനിയേലിനെ കണ്ടപ്പോഴേ, കാപട്യമില്ലാത്തവരെ കണ്ടപ്പോൾ യഥാർത്ഥ കാപട്യക്കാരനെ കർത്താവ് വിളിച്ചത് കൊണ്ടുവരുന്നു. ഇവനിൽ എന്ത് പറയുന്നുണ്ട്, ഇവനിൽ ഈ നാഥാനിയേലിൽ യാതൊരു കാപട്യവും ഇല്ല. അപ്പോൾ തന്നെ ബുദ്ധിയും ബോധമുള്ള മനസ്സിലാക്കണം. എന്താണ് കാപട്യമില്ലാതെ ജീവിച്ച കർത്താവ് എപ്പോഴായാലും അക്സെപ്റ്റ് ചെയ്യുമെന്ന്. അമ്മ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ വിശുദ്ധ അൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന എൻ്റെ അനുഭവം ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. എൻ്റെ പേര് സണ്ണി. ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു. 2023 ജൂലൈ 15 ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത്. ആദ്യത്തെ ഉടമ്പടി പുതുക്കലിൽ തന്നെ ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞതാണ്. ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്, 2ാം പ്രാവശ്യത്തെ സാക്ഷ്യമാണ്. 3 പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കിയിരിക്കുന്നു. എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം പറയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആഗ്രഹം മറ്റൊന്നാണ്. അത് ഞാനിതിന് പിന്നെ പറയാം, ഇതിന് പുറകിലായിട്ട് പറയാം. ഉടമ്പടി എന്നിൽ വരുത്തിയ മാറ്റങ്ങൾ എന്താണെന്ന് അത് ഞാൻ രണ്ടാമത് പറയാം. ആദ്യം ഞാൻ എൻ്റെ സാക്ഷി നിങ്ങളോട് പങ്കുവെക്കട്ടെ. ഞാൻ ആദ്യമായി എൻ്റെ സ്പൈനൽ കോഡിന് ഒരു സർജറി നടത്തിയിരുന്നു 3 വർഷം മുമ്പ്. സ്പൈനൽ കോഡിൻ്റെ സർജറി വിജയകരമായിരുന്നു. ഏതാണ്ട് ഒരു 4 മാസത്തിന് ശേഷം ഞാൻ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് എനിക്ക് അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന പോലെ 2 തുടകളിലേക്ക് വേദന ഇറങ്ങാൻ തുടങ്ങി. വേദന ഇറങ്ങുന്നു. അതോടൊപ്പം ഈ സർജറി ചെയ്ത ഭാഗത്ത് ഭയങ്കരമായിട്ടൊരു ഭാരം അനുഭവപ്പെടുകയാണ്. ഒരു 2-3 കിലോ വെയിറ്റുള്ള ഒരു കല്ല് വെക്കുന്ന അത്രയും ഭാരം ഈ സർജറി ചെയ്ത ഭാഗത്ത് എനിക്കുണ്ടായിരുന്നു. 2 തുടകളിലേക്കും വേദന ഇറങ്ങി വരുന്നു. അപ്പോൾ ഞാനിത് കാണിക്കുവാനായിട്ട് ആദ്യം തന്നെ സർജറി ചെയ്ത ഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ വീണ്ടും സ്കാനിങ് ചെയ്തിട്ടുണ്ടോ? ഞാൻ കുഴപ്പങ്ങളൊന്നുമില്ല, നിങ്ങളുടെ സർജറി ഓക്കെ ആണെന്ന് പറഞ്ഞു. വീണ്ടും 2 പ്രാവശ്യം കൂടി ഞാൻ ഡോക്ടർക്ക് പോയി. അപ്പോഴും ഡോക്ടർക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു കാര്യം കഴിഞ്ഞ് ഡോക്ടറെ മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജോലി ചെയ്യുന്ന മൈസൂരാണ്. അപ്പോൾ മൈസൂർ ഞാൻ അപ്പോളോ ഹോസ്പിറ്റലിൽ പോയി ഇതേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡിനെ കണ്ട് വീണ്ടും അവരുടെ വകയിൽ വീണ്ടും അവിടുന്ന് സ്കാനിങ് ചെയ്തു. അവരും ഇത് തന്നെ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പറഞ്ഞു. പക്ഷേ ഡോക്ടർമാർ പറഞ്ഞതിൻ്റെ പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞാലും എനിക്കെൻ്റെ വേദനയ്ക്കൊരു കുറവോ ഈ അനുഭവത്തിനോ ഒരു മാറ്റം വരുന്നില്ല. അങ്ങനെ ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഇവിടെ ഞാനൊരു 6 അനുഭവ സാക്ഷി ഇവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ്
ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനയ്ക്കായി ഞാനിവിടെ മുട്ടുകുത്തി നിന്നു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ആ സൈത്ത് പൂശിക്കൊണ്ട് എനിക്ക് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആ നിമിഷം തന്നെ എൻ്റെ ആ ഭാരം അനുഭവപ്പെടുന്ന ആ ടെൻഡൻസി അപ്പോൾ തന്നെ നീക്കപ്പെട്ടു. അതിനുശേഷം ഇന്ന് വരെ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടേയില്ല. രണ്ടാമത്തെ എൻ്റെ ഒരു അനുഭവം പറയാനുള്ളത്, എനിക്ക് എൻ്റെ ചെറുപ്പകാലം മുതലുള്ള ഒരു അസുഖമായിരുന്നു വേരിക്കോസ്. വേരിക്കോസ് എന്ന് ഞാൻ പറയുന്നു, പക്ഷേ ഡോക്ടർമാരെ സമ്മതിക്കുന്നില്ല, വേരിക്കോസ് എന്ന് സമ്മതിക്കുന്നില്ല. കാരണം അവർ അറിയാവുന്ന സ്കാനിങ്ങുകളൊക്കെ ചെയ്തു. പക്ഷേ എൻ്റെ കാല് രണ്ടും കറുത്തിരിക്കുന്നു, രാത്രിയിൽ അസഹ്യമായ വേദന, ഞരമ്പുകളെല്ലാം അങ്ങനെ ചുരുണ്ടായിരിക്കുന്നു. പക്ഷേ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് മൈൽഡായിട്ട് മാത്രമേ വേരിക്കോസ് ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. അവർ ഡോക്ടർ ഒക്കെ ചെയ്ത് നോക്കി. പക്ഷേ എൻ്റെ വേദനയ്ക്ക് ഒരു കുറവുമില്ല. രാത്രിയിൽ പെട്ടെന്ന് ഉറക്കത്തിൻ്റെ സമയത്ത് അതികഠിനമായ വേദന ഉണ്ടാവും. ചാടി എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ഒരു വേദന ഒരു കാലിനാണെങ്കിൽ പെട്ടെന്ന് അടുത്ത വേദന അടുത്ത കാലിന് കയറും. അങ്ങനെ അസഹ്യമായ വേദനയായി. ഞാൻ ഇവിടെ വന്ന് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഈ ഉടമ്പടി തൈലം പൂശിക്കൊണ്ട് എല്ലാ ദിനവും രാത്രിയിലും രാവിലെയും പ്രാർത്ഥന കഴിഞ്ഞ് ഈ തൈലം പൂശി സ്ഥിരമായി ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെയാണ് നടുവിന് ഞാൻ ഈ തൈലം പൂശുമായിരുന്നു. അങ്ങനെ ഈ തൈലം പൂശി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ഈ വേദന എന്നിൽ നിന്ന് അപ്രത്യക്ഷമായി. അതികഠിന വേദന, കുരിശിൽ തറയ്ക്കുന്ന കൂട്ട് വേദനയാണ്. ആ വേദനയിൽ നിന്ന് ഞാൻ അത്ഭുതകരമായി എൻ്റെ സൗഖ്യം പ്രാപിച്ചു. അതിൻ്റെ പ്രധാന കാരണം ഡോക്ടർമാർ എനിക്ക് വേദനയ്ക്കുള്ള ഗുളികളൊക്കെ തന്നിരുന്നു. അതൊന്നും ഞാൻ ഉപയോഗിച്ചില്ല, എല്ലാം ഞാൻ മാറ്റിവെച്ചു. പക്ഷേ ഈ തൈലം ഞാൻ എന്നും തേച്ചുകൊണ്ട് എന്നും കൃത്യനിഷ്ഠയോടുകൂടെ തന്നെ രാവിലെ 4:30 എഴുന്നേറ്റ് ബാക്കിയുള്ള പ്രാർത്ഥനകളൊക്കെ ചൊല്ലി, ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഈ തൈലം പൂശിയിട്ട് മാത്രമേ ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പള്ളിയിലേക്ക് പോവുകയുള്ളൂ. അങ്ങനെ ചെയ്ത് അത്ഭുതകരമായ വിധം ആ രോഗത്തിൽ നിന്നും എനിക്ക് സൗഖ്യമുണ്ടായി. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത്തെ സാക്ഷ്യം പറയട്ടെ. ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഇവിടെ ഉടമ്പടിയിൽ എഴുതാനായിട്ട് തുടങ്ങിയപ്പോൾ ആദ്യം ഞാൻ ആലോചിച്ചിരുന്നു ഒരു ഭവനം എനിക്ക് വേണം, അത് എഴുതിയാലോ എന്ന് ആലോചിച്ചിട്ട് എഴുതാതെ ഞാൻ പോയി. എന്നിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഞാനൊരു വീട് പണിയുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം എനിക്കത് എഴുതാൻ എന്നെ ഓർമ്മിപ്പിക്കണമെന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി. രണ്ടാമത്തെ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ അത് എൻ്റെ അവസാനത്തെ ആഗ്രഹത്തിൽ ഞാൻ എൻ്റെ ഭവനം പണിയുവാനുള്ള ആഗ്രഹം ഞാൻ അത് രേഖപ്പെടുത്തി വെച്ചു. അതിനുശേഷം ഒരു മാസം കൂടി പിന്നിട്ടു. അപ്പം എൻ്റെ മനസ്സിൽ അതൊരു ആഗ്രഹമായി തുടങ്ങി വീണ്ടും. അപ്പോൾ എനിക്ക് പരിചയമുള്ള 2-3 ബാങ്കിൽ പോയി. ഞാൻ മൈസൂരാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സാലറി വരുന്ന ബാങ്കിൽ തന്നെ ഞാൻ ആദ്യം തന്നെ പോയി. അവിടെ ചെന്ന് ഞാൻ മാനേജറെ കണ്ട് ചോദിച്ചു, എനിക്കൊരു ഭവനം പണിയാനുള്ള ഒരു ലോൺ തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, സാറ് ഇപ്പം ഇത്രയും പ്രായമായില്ലേ, നിങ്ങൾക്ക് സീനിയർ സിറ്റിസൺ അതിൻ്റെ പേരിൽ നമുക്ക് ലോൺ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ നാട്ടിലുള്ള വേറെ 2 ബാങ്കിൽ പോയി. അവർക്കും പറയാനുള്ള ആൻസർ ഇത് മാത്രമേ ഉള്ളൂ, നിങ്ങൾ സീനിയർ സിറ്റിസണായി, അപ്പോൾ അതുകൊണ്ട് ലോൺ തന്നു കഴിഞ്ഞാൽ ഇനി തിരിച്ചടവിനുള്ള സമയമില്ല നിങ്ങൾക്കെന്ന് പറഞ്ഞു. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോയി. പിറ്റേ ദിവസം രാവിലെ ഞാൻ ദിവ്യ കുർബാന പങ്കെടുത്തിട്ട് ഞാൻ റൂമിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആരോ പറഞ്ഞു, വേറൊരു മാനേജറുണ്ട് ബാങ്കിലെ, ഞാൻ അദ്ദേഹത്തെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ്. അപ്പം എന്നോട് പറഞ്ഞു, നീ ആ മാനേജറിനെ വിളിച്ച് ചോദിക്കുക എന്ന് പറഞ്ഞു. അപ്പം മാനേജറോട് അങ്ങനെ എനിക്ക് ഫോണിൽ സംസാരിക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നു കാര്യം നേരിട്ട് ബാങ്കിൽ പോകാമെന്ന് വിചാരിച്ചു. പിറ്റത്തെ ദിവസം ഞാൻ ലീവ് ആക്കിക്കൊണ്ട് തന്നെ നാട്ടിൽ വന്നു. ഈ മാനേജറെ കാണാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പകുതി വഴിക്ക് വന്നപ്പോൾ തന്നെ മകൻ വിളിച്ചിട്ട് പറഞ്ഞു, അതാ മാനേജറിന് ലീവാണ്, വരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പകുതി വഴി എത്തിപ്പോയി. പിന്നെ ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ വീട്ടിൽ ചെന്ന് ഇങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും മനസ്സ് പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് ഞാൻ മാനേജറിൽ നിന്ന് ഫോൺ വിളിച്ച് നോക്ക്, ജസ്റ്റ് നീ ഒന്ന് പറഞ്ഞു നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ ഫോൺ എടുത്തിട്ട് ഈ മാനേജറെ വിളിച്ചു. മാനേജറോട് പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യുക, നാളെ എന്നെ ഒന്ന് വന്ന് കാണാൻ പറഞ്ഞു. പിറ്റത്തെ ദിവസം തന്നെ ഞാൻ ലീവാക്കി മാനേജറെ കാണാൻ വേണ്ടി ചെന്നു. മാനേജറെ കാണാൻ ചെന്ന് മാനേജറെ കണ്ടു. മാനേജർ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പോൾ എത്ര വയസ്സായി? ഞാൻ പറഞ്ഞു, സാറേ അടുത്ത മാസം ഞാൻ റിട്ടയർഡ് ആകും എന്ന് പറഞ്ഞു. അയ്യോ, അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളിങ്ങനെ തരിക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ മാനേജറെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ മാനേജർ ഇങ്ങനെ കസേരയിലിരിക്കുകയാണ്. ഞാനിങ്ങനെ എതിർവശത്ത് ഇങ്ങനെ ഇരിക്കുന്നു. കസേരയിൽ എതിർവശത്തിരിക്കുമ്പോൾ ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്നും ഉടമ്പടി ഉപ്പെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ സ്റ്റാൻഡിൻ്റെ ബേക്കിൽ ഞാൻ തൂളിക്കൊണ്ടാണ് ഞാൻ അവിടെ സംസാരിക്കുന്നത്. അയാൾ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഉപ്പിടുന്ന ഇയാൾ കാണുന്നില്ല. അങ്ങനെ അയാൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത്, സാർ ഒരു കാര്യം ചെയ്യേ, നാളെ വൈകുന്നേരം വിളിക്കുക കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോൾ തന്നെ ഇയാൾ വിളിച്ചു. ഇദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യുക, ഞാനൊരു ഡോക്യുമെൻറ്റിൻ്റെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, സാർ ആ ഡോക്യുമെൻറ്റിൻ്റെ അത്രയും ഡോക്യുമെൻറ്റ് എനിക്ക് അയക്കുക, എന്നിട്ട് ഞാൻ കൺഫേം ചെയ്യാൻ കേട്ടോ എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ട്, പറഞ്ഞു ഇത്രയും ഡോക്യുമെൻറ്റ് കൊണ്ടുപോവാ,
നമുക്ക് നോക്കാൻ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ വേഗം കാര്യങ്ങൾ പിന്നെ ശീഘ്രതയിലാവുകയാണ്. ഇയാളാണ് എന്നെ എന്നും വിളിക്കുന്നത്. ഞാൻ അങ്ങോട്ട് ഒരു കാര്യങ്ങൾക്ക് ഞാൻ കോൺടാക്ട് ചെയ്യാറില്ല, പക്ഷേ ഇയാൾ എന്നും എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നോട്ടറി ചെയ്യാനായിട്ട് അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ഇരുന്നു. ഇപ്പോൾ അഡ്വക്കേറ്റ് എന്നോട് ചോദിച്ചു, ആക്ച്വലി നിങ്ങളാണോ ലോൺ എടുക്കുന്നത്, ഈ മാനേജർക്ക് വേണ്ടിയിട്ടാണോ ലോൺ എടുക്കുന്നത് ചോദിച്ചു. ഞാൻ ചോദിച്ചാൽ എന്താ സാർ അങ്ങനെ ചോദിച്ചാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെയല്ല, അദ്ദേഹം എന്നെ കണ്ടമാനം പ്രഷർ ചെയ്യുന്നു നിങ്ങൾക്ക് ലോൺ തരാനായിട്ട് എന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് മനസ്സിലായി അത് അമ്മയാണ്, അദ്ദേഹത്തെ കൂടി ചെയ്യിച്ചു എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കി. അതാണ് എൻ്റെ മൂന്നാമത്തെ അനുഭവസാക്ഷ്യം. അപ്പോൾ എനിക്ക് അതിനകത്ത് മെറിറ്റ് എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല, ഒരു മെറിറ്റും ഇല്ലാത്ത കാര്യമാണ്. കാരണം വെച്ചാൽ ഞാൻ ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഈ ലോൺ എനിക്ക് പാസ്സാക്കി തന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവിടെ മതിലേൽ ഒരു ദൈവത്തിൻ്റെ വചനം എഴുതി വെച്ചു. നമുക്കറിയാവുന്ന ഇപ്പം എല്ലാ ഗ്രാമങ്ങളിലും ചെറിയ ചെറിയ റോഡുകൾ ടാറൊക്കെ ചെയ്ത് പോകുമ്പോൾ നമുക്ക് കാണാം ഇത് ഇന്ന MPയുടെ ഇന്ന സ്കീമിൽ നിന്ന് തന്നതാണെന്ന് അവിടെ ഒരു ബോർഡ് കാണും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്ക് പറഞ്ഞുകൂടാ, ഇതെൻ്റെ ദൈവം തന്ന, ഇതെൻ്റെ മെറിറ്റ് കൊണ്ട് കിട്ടിയതല്ല. അപ്പോൾ ഞാനവിടെ ഇങ്ങനത്തെ ഒരു കൂടിനകത്ത് മഴ നനഞ്ഞ് പോകാത്ത വിധത്തിൽ ഒരു കടലാസിൽ എഴുതി, കർത്താവ് ഭവനം പണിതില്ലെങ്കിൽ കൂലിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ്, കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നത് വ്യർത്ഥം എന്ന് ഞാൻ എഴുതി അവിടെ ഒട്ടിച്ചു വെച്ചു. അപ്പോൾ ഇതിനിടയ്ക്ക് നിങ്ങളോട് കാര്യം കൂടി പറയട്ടെ. ഇങ്ങനെയുള്ള നമ്മുടെ വിശ്വാസത്തെ ദൈവം പരീക്ഷിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഞാനിങ്ങനെ ഈ ദൈവവചനം അവിടെ എഴുതി ഒട്ടിച്ചു വെച്ച് അപ്പം അതിങ്ങനെ വീടിൻ്റെ പണി ആരംഭിച്ച് അന്നേരം ബാങ്കിൽ നിന്ന് പൈസ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം മണ്ണെടുത്ത് മാറ്റിയേക്കാമെന്ന് വിചാരിച്ച് തറക്കാൾ മണ്ണെടുത്ത് മാറ്റി പണി ആരംഭിച്ച് ഒരു 6 നിര കല്ല് മതിലിന് കെട്ടിക്കൊണ്ടിരിക്കുക. അന്നാണ് ഈ വർഷത്തെ അതിഭയങ്കരമായ ആദ്യത്തെ മഴ വയനാട്ടിൽ പെയ്യുന്നത്. ഒരു ഉച്ചയ്ക്ക് ഒരു 12:30 സമയത്ത് മലവെള്ളപ്പാച്ചിൽ പോലെ വെള്ളം വന്ന് എൻ്റെ വീടിൻ്റെ നേരെ മുകൾവശത്തുള്ള ഒരു 17 മീറ്റർ നീളത്തുള്ള ഒരു റിസോർട്ടുകാരുടെ ഒരു മതിലും അവരുടെ ഫെൻസും കോൺക്രീറ്റ് പോസ്റ്റും എല്ലാം തകർത്തുകൊണ്ട് എൻ്റെ ഈ പെരത്തറയിലേക്ക് വന്നങ്ങ് വീണു. എങ്ങനെയുണ്ട്? ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് അവിടെ വലിയ നോട്ടീസൊക്കെ അവിടെ ഒട്ടിച്ച് വെച്ചതാണ്. പക്ഷേ ആ നിമിഷ നേരം കൊണ്ട് എല്ലാം തകർന്ന് തരിപ്പണമായി. അവിടെ ഞാനൊരു 1.25 ലക്ഷം രൂപ കൊണ്ട് കെട്ടാമെന്ന് വിചാരിച്ച സംഭവം 3.25 ലക്ഷം രൂപ ചിലവാക്കേണ്ടി വന്ന് കെട്ടാനായിട്ട്. അത് ഒരു ഭയങ്കര മഴയും ചെളിയെല്ലാം ആയി പണിയെടുക്കാനേ പറ്റുന്നില്ല. പക്ഷേ അതിനകത്ത് ഞാൻ പറയാൻ പറ്റുന്ന കാര്യം വെച്ചാൽ ഞാൻ അല്പം പോലും ഞാൻ പരിഭ്രമിച്ചിട്ടില്ല. എനിക്ക് അതിനകത്തൊരു ദുഃഖമേ വന്നിട്ടില്ല. അത്ര ശക്തമായ രീതിയിൽ അമ്മേനെ നോക്കിക്കൊണ്ടിരുന്നു. അമ്മയിലുള്ള മധ്യസ്ഥ ശക്തിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്ത് കാര്യത്തിനാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ അത് 100% നമുക്ക് സാധിച്ചു കിട്ടും എന്നുള്ള ഉറപ്പാണ്. ഈ 3 അനുഭവ സാക്ഷ്യത്തോടൊപ്പം ഞാൻ പറയാനുള്ള കാര്യം, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉടമ്പടിയിൽ നമ്മൾ വിശ്വസ്തത പുലർത്തി കഴിഞ്ഞാൽ കർത്താവ് ഏറ്റുകൊള്ളും ആ കാര്യം. ഞാൻ പറഞ്ഞൊരു ആദ്യമേ തന്നെ നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ടാലും ശരി, നമ്മൾ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ, നിങ്ങൾ എൻ്റെ വചനം പാലിക്കുകയും അതിൽ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് നിങ്ങൾ ചോദിച്ചോ, അത് അഡ്വാൻസായിട്ട് നമുക്ക് കിട്ടിയിരിക്കും. അതാണ് വാഗ്ദാനം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചു, പക്ഷേ ഒറ്റ ഡിമാൻഡ്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുക. വിശ്വസ്തയോടുകൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്കത് ലഭിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നത്തെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, അതൊക്കെ പ്രാർത്ഥനയേ ഉള്ളൂ. പക്ഷേ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു സ്വഭാവം എനിക്ക് ഇല്ലായിരുന്നു. പക്ഷേ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലുള്ള ഈ ഉടമ്പടി ജീവിതം ആരംഭിച്ചതിന് ശേഷം ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഇത് ഉടമ്പടി ജീവിതമാണ്. ഞാൻ ആദ്യമേ തന്നെ ഉടമ്പടി എടുത്തപ്പോഴേ ഞാൻ ഈശോയോട് പറഞ്ഞൊരു ഒറ്റ വാക്കാണ്, ഇതെൻ്റെ 90 ദിവസത്തേക്കുള്ള എഗ്രിമെൻ്റ് അല്ല കേട്ടോ എന്ന് പറഞ്ഞു. എൻ്റെ മരണം വരെ നീ എനിക്കിത് തന്നാലും തന്നില്ലേലും അതിനകത്ത് എനിക്കൊരു കുഴപ്പവുമില്ല. ഞാൻ നിന്നോട് പറഞ്ഞ വാക്കനുസരിച്ച് മരിക്കുന്നത് വരെ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഉടമ്പടി. അപ്പോൾ ഒരു പ്രാവശ്യത്തെ ഉടമ്പടി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യത്തെ ഉടമ്പടി ചിലപ്പോൾ 1 മാസമൊക്കെ താമസിച്ചിരിക്കാൻ വരിക. പക്ഷേ ഒരു ദിനം പോലും ഇതെൻ്റെ ഒരു റുട്ടീനായി മാറി, ഇതെൻ്റെ ലൈഫ് ഓഫ് സ്റ്റൈലായി മാറി. ഉടമ്പടി എന്നുള്ളത് അതാണ്. അങ്ങനെ ഞാൻ വളരെ അറ്റാച്ച്മെൻറ്റിലാണ് ഇതിങ്ങനെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളങ്ങനെ വിശ്വസ്തതാപൂർവ്വം നിൽക്കുകയാണെങ്കിൽ അത് ഓക്കെയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുവാനുള്ള കൃപ, പരിശുദ്ധാത്മാവിനോട് എത്ര ഇരുന്ന് പ്രാർത്ഥിച്ചാലും മടുപ്പ് വരാതിരുന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റും. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ ഒരു കാര്യമാണ് പാപബോധം എന്ന് പറഞ്ഞൊരു കാര്യം. നമുക്ക് തോന്നുന്നുണ്ടോ പാപബോധം നമുക്ക് സിമ്പിളായിട്ട് കൊടുത്ത് തോന്നുന്നുണ്ടോ? കിട്ടുകയില്ല. പാപബോധം നമുക്ക് ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ പാപം എന്താണ്, നന്മ എന്താണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്കും അത് ലഭിക്കുവാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ 3 കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചറിഞ്ഞു. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജോലി ചെയ്യുന്ന മൈസൂരാന്ന് പറഞ്ഞൊരു, അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു 7 കിലോമീറ്റർ അകലത്തിൽ ഈ മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു ഭവനമുണ്ട്. 73 മെമ്പേഴ്സുണ്ട് അവിടെ.
അവിടെ പോയിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കും. ഉച്ചയ്ക്കത്തെ ഭക്ഷണം അവർക്ക് സമൃദ്ധമായ ഭക്ഷണം അവർക്ക് കൊടുക്കും. പിന്നെ ഹോസ്പിറ്റലിൽ പോയി രോഗികളെ കാണും. പിന്നെ വ്യക്തിപരമായിട്ട് സാമ്പത്തിക സഹായം ചെയ്യുമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് അച്ഛൻ്റെ ധ്യാനം സംബന്ധിക്കും, അത് ഷെയർ ചെയ്ത് കൊടുക്കും. അതോടൊപ്പം തന്നെ ഒട്ടനവധി ആളുകൾക്ക് ഞാൻ എൻ്റെ ജീവിതാനുഭവം പങ്കുവെച്ച് കൊടുക്കും. ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അക്രൈസ്തവരായ കന്നഡക്കാരെ 2 പ്രാവശ്യത്തെ വരവിൽ 8 ഫാമിലി ഞാനിവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടാണ് കൊണ്ടുപോയത്. അവർക്ക് എങ്ങനെ ഉടമ്പടി എടുക്കാൻ തോന്നി അറിയാമോ? ഞാൻ എൻ്റെ അവരോടുള്ള അപ്രോച്ച്മെൻറ്റ് കണ്ടിട്ടാണ് ഈ സണ്ണി സാർ എന്താണ് മറ്റുള്ള സ്റ്റാഫിൽ നിന്നുള്ള ഡിഫറൻസ് എന്താണെന്ന് അവർക്ക് എന്നിൽ മനസ്സിലായതുകൊണ്ടാണ് അവരെൻ്റെ കൂടെ വന്ന് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് 2 പ്രാവശ്യമായിട്ട് 8 ഫാമിലി വന്ന് ഉടമ്പടി എടുത്തു. അവർക്കൊക്കെ ഞാൻ കന്നഡ ബൈബിൾ വാങ്ങി കൊടുത്തു. ബൈബിൾ വാങ്ങിയിട്ട് ഞാൻ പറയും, നിങ്ങൾ ഇത് വായിക്കുക, ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് പറഞ്ഞു. അത് അവർക്ക് അതിനകത്തൊരു 2 ഫാമിലീസിന് ആദ്യത്തെ മാസം തന്നെ അനുഭവം ഉണ്ടായി. അവർ പിറ്റത്തെ മാസം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഇവിടെ അച്ഛൻ്റെ അടുത്ത് തന്നെ അത് എഴുതി തന്നിട്ടുണ്ട്. അത് പിറ്റേ ദിവസം പറയാമെന്ന് പറഞ്ഞ് പോയതാണ്. അവർ വന്നില്ല, അവർക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് അങ്ങനെ അതൊരു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കന്നഡ ഭാഷയിലുള്ള കൃപാസന പത്രം, നമ്മുടെ മലയാള ഭാഷയിലുള്ള കൃപാസന പത്രം, ഇത് ഞാൻ വ്യക്തികൾക്കായിട്ടും കന്നഡ ഭാഷയിലുള്ളത് കമ്പനി തന്നെ കൊടുക്കും. മലയാള ഭാഷയുള്ളത് ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഓരോ വീടുകളിൽ കൊണ്ട് കൊടുക്കും. പിന്നെ ഞാൻ ആരെയൊക്കെ ഇവിടെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടോ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാനൊരു മെൻറ്ററായിട്ട് നിന്നുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും അവർക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അധികമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കൃത്യമായിട്ട് അതിൻ്റെ ഫലം കിട്ടുന്നുമുണ്ട്. കൃത്യമായിട്ട് അതിനൊരു മാറ്റം പോലുമില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് അങ്ങനെ ഒരു കൃപ കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവിനോട് നമ്മൾ വ്യക്തിപരമായിട്ട് വളരെ അടുത്തിരിക്കുക. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ദൈവം തരും. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ എന്തിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നോ, ഏത് നിയോഗം ഞാൻ വെച്ചോ, ഇതുവരെ എനിക്ക് ആ നിയോഗം സാധിച്ചു കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. ഒരു ബുദ്ധിമുട്ടും എനിക്കില്ല. ആ കാര്യം മറന്നുപോയി ഞാൻ. ആ കാര്യം ഞാൻ ഒരു ദിവസത്തെ പ്രാർത്ഥനയിൽ പോലും ഞാൻ ഇപ്പോൾ പറയാറേ ഇല്ല. 3ാമത്തെ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ മാസം മാത്രമേ പുതുക്കിയിട്ട് പോയത്. അപ്പോൾ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. എനിക്കിനി എഴുതേണ്ട കാര്യങ്ങളില്ല. കാരണം വെച്ചാൽ നമുക്ക് വേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ, ദൈവ സാന്നിധ്യം. അതിനുവേണ്ടി നമ്മൾ പരിശുദ്ധമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. 1 പത്രോസ് 1:7 അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കും. സണ്ണി സെബാസ്റ്റ്യൻ എന്ന ഈ അപ്പച്ചൻ തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവെച്ചത്. പ്രത്യേകമായി ആദ്യത്തെ 2 സാക്ഷ്യങ്ങൾ രോഗക്ലേശങ്ങളിൽ ലഭിച്ച സൗഖ്യമാണ്. സ്പൈനൽ കോഡിൻ്റെ ഒരു രോഗ ചികിത്സയ്ക്ക് അവിടെ വന്ന ഒരു 2-3 കിലോ ഭാരമുള്ള വേദന, അത് അമ്മ മാതാവിൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ മാറിപ്പോയത്. അതുപോലെ തന്നെ സഹോദരനുണ്ടായ മറ്റൊരു വെരിക്കോസുമായി ബന്ധപ്പെട്ട ഒരു രോഗത്തിൻ്റെ ക്ലേശങ്ങൾ, അതും പൂർണ്ണമായും അമ്മ മാതാവിൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ സൗഖ്യപ്പെട്ടതാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. 3ാമത് സഹോദരൻ പങ്കുവച്ചത് ഒരു ഭവനം നിർമ്മിക്കുവാൻ വേണ്ടിയുള്ള ലോണിന് വേണ്ടിയുള്ള പരിശ്രമമാണ്. സഹോദരൻ അത് എടുത്തു പറയുന്നുണ്ട്. കാരണം അധികം ഇനി റിട്ടയർ ചെയ്യുവാൻ നാളുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ലോൺ അനുവദിക്കുവാൻ യാതൊരു മെറിറ്റുമില്ല. എങ്കിലും അമ്മ മാതാവിൻ്റെ തിരുനടയിൽ നിയോഗം സമർപ്പിച്ച് ഉടമ്പടിയിൽ അത് സമർപ്പിച്ചു പോവുകയും ഉടമ്പടി ജീവിതം ഏറ്റവും വിശ്വസ്തതയോടെ ദൈവശരണത്തോടുകൂടി മുന്നോട്ട് നയിക്കുകയും ചെയ്തപ്പോൾ ബാങ്കിലെ ഒരു മാനേജർ തന്നെ നിരന്തരം താല്പര്യപ്പെട്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചുകൊണ്ട് ആ ലോൺ സാങ്ഷനാക്കി കൊടുക്കുന്നതിനും ആ ഭവന നിർമ്മാണത്തിലേക്ക് കുടുംബത്തെ കൊണ്ടുവന്നെത്തിക്കുന്നതിനും അമ്മ മാതാവ് സഹായിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. സഹോദരൻ സാക്ഷ്യത്തിൽ പങ്കുവച്ചു, നമ്മൾ ഒരു നിയോഗം അമ്മയിൽ ആശ്രയിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതെപ്പോഴും സ്മൂത്താകണമെന്നില്ല. ചിലപ്പോഴൊക്കെ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകാം. കുടുംബം അനുഭവിച്ച വലിയൊരു പ്രതിസന്ധിയെ സൂചിപ്പിച്ചു. എങ്കിലും എൻ്റെ വിശ്വാസം ക്ഷയിച്ചില്ല, അമ്മയിലുള്ള ആശ്രയത്വം ഞാൻ ഉപേക്ഷിച്ചില്ല,
കൂടുതൽ സ്നേഹത്തോടുകൂടി ശരണപ്പെടുകയും എൻ്റെ ജീവിത വിഷയങ്ങളുടെ മേൽ അമ്മ മാതാവ് നിരന്തര സഹായം നൽകി എന്നെ വഴി നടത്തുകയും ചെയ്തു. ഉടമ്പടി വിശ്വസിക്കുന്നവർക്ക് ദൈവാനുഗ്രഹം കൈമാറുന്നതാണ്. വിശ്വസ്തതയിൽ ജീവിക്കുന്നവർക്ക് ദൈവ സാന്നിധ്യം അനുഭവമായി എപ്പോഴും ലഭിക്കുന്നതാണ്. ഈ സഹോദരനും കുടുംബത്തിന് ലഭിച്ച എല്ലാ ബോധ്യങ്ങൾക്കും, പ്രത്യേകിച്ച് നിയോഗങ്ങൾ അനുഗ്രഹമായി ലഭിച്ചതിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം.